നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തളിക്കുളം മൈതാനത്ത് രാവിലെ ഓടുന്നതിനിടയിൽ യുവതി കുഴഞ്ഞു വീണ് മരിച്ചു. തൃശൂർ കുട്ടനെല്ലൂരിൽ നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൌലോസ് സഞ്ചരിച്ച ജീപ്പ് മറിഞ്ഞ് അപകടം. പുതുക്കാട് തെക്കേത്തുറവിൽ ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും വൻ നാശനഷ്ടം. കടപ്പുറം മുനയ്ക്കക്കടവ് അഴിമുഖത്ത് മത്സ്യബന്ധന വഞ്ചിയിൽ നിന്ന് കുഴഞ്ഞു വീണ് കടലിൽ കാണാതായ തൊഴിലാളിയുടെ മൃതദേഹം കരയ്ക്കടിഞ്ഞു. മഴ കനക്കും. 10 ജില്ലകളിൽ അലർട്ട്. അതിതീവ്ര ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറും. ചാലിക്കാട് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ മോഷണം നടത്തിയ അന്തർജില്ലാ മോഷ്ടാവ് പുനൂർ മുജീബ് പിടിയിൽ. വിശദമായ വാർത്തയിലേക്ക്. തളിക്കുളം മൈതാനത്ത് രാവിലെ ഓടുന്നതിനിടയിൽ യുവതി കുഴഞ്ഞു വീണ് മരിച്ചു. തളിക്കുളം സെന്ററിന് കിഴക്ക് കുരുട്ടിപ്പറമ്പിൽ സുരേഷിന്റെ മകൾ ആദിത്യയാണ് മരിച്ചത്. പോലീസിൽ ജോലി നേടുന്നതിനായുള്ള പരിശീലനത്തിനിടയിലാണ് കുഴഞ്ഞു വീണത്. സംസ്കാരം പിന്നീട്. അമ്മ കവിത, സഹോദരി അപർണ. തൃശൂർ കുട്ടനെല്ലൂരിൽ നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുമായ ബൈജു പൌലോസിന് പോലീസ് ജീപ്പ് മറിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റു. ദേശീയപാതയോട് ചേർന്നാണ് അപകടമുണ്ടായത്. ഡിവൈഎസ്പിയുടെ വലത് കൈക്ക് ഒടിവുണ്ട്. അദ്ദേഹത്തെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് എറണാകുളത്ത് നിന്ന് തൃശൂർ പോലീസ് അക്കാദമിയിലേക്ക് കോഴ്സിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു ഡിവൈഎസ്പി ബൈജു പൌലോസ്. തൃശൂരിൽ നിന്ന് മണ്ണുത്തിയിലേക്ക് പോകുന്ന പ്രധാന ഹൈവേയോട് ചേർന്നുള്ള കുട്ടനെല്ലൂർ മേൽപ്പാലം കഴിഞ്ഞിറങ്ങുന്ന ഭാഗത്താണ് അപകടം നടന്നത്. അപകടം നടക്കുന്ന സമയത്ത് പ്രദേശത്ത് കനത്ത മഴയായിരുന്നു. കനത്ത മഴയിൽ വാഹന നിയന്ത്രണം നഷ്ടപ്പെട്ട് ഹൈവേയിൽ നിന്ന് തെന്നിമാറി റോഡരികിലെ പൊന്തക്കാട് കടന്ന് വലിയ കാനയിലേക്ക് പതിക്കുകയായിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് പൂർണ്ണമായും കാനയിൽ പതിച്ച നിലയിലായിരുന്നു. അപകടത്തിൽ ഡിവൈഎസ്പി ബൈജു പൌലോസിന്റെ കൈയൊടിഞ്ഞു. കൂടാതെ ദേഹമാസകലം പരിക്കുകളുണ്ട്. ജീപ്പ് ഓടിച്ചിരുന്ന ക്രൈംബ്രാഞ്ച് ഡ്രൈവർ പത്മകുമാറിനും പരിക്കേറ്റിട്ടുണ്ട്. ജീപ്പിന്റെ മുൻവശത്തെ ചില്ല് പൂർണ്ണമായും തകരുകയും വാഹനത്തിന് വലിയ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. അപകട സ്ഥലത്ത് ഓടിക്കൂടിയ നാട്ടുകാരാണ് വാഹനത്തിൽ നിന്ന് ഡിവൈഎസ്പിയെയും ഡ്രൈവറെയും ഏറെ കഷ്ടപ്പെട്ട് പുറത്തെടുത്തത്. ഉടൻ തന്നെ ഇവരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയ ശേഷമാണ് ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തിയത്. പുതുക്കാട് തെക്കേത്തുറവിൽ ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും വൻ നാശനഷ്ടം. തെക്കേത്തുറവ് മെയിൻ റോഡിൽ കാരപ്പറമ്പിൽ പോളിയുടെ തെങ്ങാണ് ഇലക്ട്രിക് പോസ്റ്റിലേക്ക് വീണത്. 10 അടി ഉയരത്തിൽ വച്ച് ഒടിഞ്ഞ തെങ്ങ് ഇലക്ട്രിക് പോസ്റ്റിലേക്ക് വീണ് 2 പോസ്റ്റുകൾ തകർന്നു. സ്ഥലത്തെ വൈദ്യുതി ബന്ധം താറുമാറായി. KSEB അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരുന്നു. കടപ്പുറം മുനയ്ക്കക്കടവ് അഴിമുഖത്ത് മത്സ്യബന്ധന വഞ്ചിയിൽ നിന്ന് കുഴഞ്ഞ് കടലിൽ വീണ് കാണാതായ തൊഴിലാളിയുടെ മൃതദേഹം കരയ്ക്കടിഞ്ഞു. തളിക്കുളം ഇഷ്താക്കിരി വീട്ടിൽ 58 വയസ്സുള്ള ശിവനാണ് മരിച്ചത്. മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപമാണ് മൃതദേഹം കരയ്ക്കടിഞ്ഞത്. മഴ കനക്കും. 10 ജില്ലകളിൽ അലർട്ട്. അതിതീവ്ര ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറും. സംസ്ഥാനത്ത് ഇന്ന് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ ഇന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലവിലുണ്ട്. ഈ ദിവസങ്ങളിൽ കാറ്റോടും ഇടിയോടും കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെയും 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. ചാലിക്കാട് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ മോഷണം നടത്തിയ അന്തർജില്ലാ മോഷ്ടാവ് പുനൂർ മുജീബ് പിടിയിൽ. ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ മോഷണം നടത്തിയ കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ നിരവധി കേസുകളിൽ പ്രതിയായ കോഴിക്കോട് ബാലുശ്ശേരി കക്കാട്ടുമ്മൽ വീട്ടിൽ
പുനൂർ മുജീബിനെ തൃശൂർ റൂറൽ പോലീസ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. മുജീബ് ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിന്റെ സമീപം എത്തിയിട്ടുണ്ടെന്നുള്ള രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടുകൂടി പ്രതിയെ പിടികൂടുകയായിരുന്നു. സെപ്റ്റംബർ മാസത്തിൽ ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിലെ 5 നേർച്ചപ്പെട്ടികളിൽ നിന്ന് ഏകദേശം 50,000 രൂപ കളവ് ചെയ്തുകൊണ്ടുപോയതിന് പള്ളിയുടെ സെക്രട്ടറി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനിടെയാണ് മുജീബിനെ അറസ്റ്റ് ചെയ്തത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 105 രൂപ കുറഞ്ഞു. ഗ്രാമിന് 11,410 രൂപ, പവന് 91,280 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളിക്കുളം മൈതാനത്ത് രാവിലെ ഓടുന്നതിനിടയിൽ യുവതി കുഴഞ്ഞു വീണ് മരിച്ചു. തൃശൂർ കുട്ടനെല്ലൂരിൽ നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ് സഞ്ചരിച്ച ജീപ്പ് മറിഞ്ഞ് അപകടം. പുതുക്കാട് തെക്കേത്തുറവിൽ ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും വൻ നാശനഷ്ടം. കടപ്പുറം മുനയ്ക്കക്കടവ് അഴിമുഖത്ത് മത്സ്യബന്ധന വഞ്ചിയിൽ നിന്ന് കുഴഞ്ഞു വീണ് കടലിൽ കാണാതായ തൊഴിലാളിയുടെ മൃതദേഹം കരയ്ക്കടിഞ്ഞു. മഴ കനക്കും. 10 ജില്ലകളിൽ അലർട്ട്. അതിതീവ്ര ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറും. ചളിക്കാട് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ മോഷണം നടത്തിയ അന്തർജില്ലാ മോഷ്ടാവ് പുനൂർ മുജീബ് പിടിയിൽ. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർട്ട് ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.